ശബരി റെയിൽപാത നിർമ്മാണത്തിന്റെ പാതി ചെലവ് വഹിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടെന്നും പദ്ധതി നടപ്പാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പദ്ധതി ചെലവായ 3800 കോടി രൂപയിൽ 1900 കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കുമെന്നറിയിച്ചതായാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. സ്ഥലം ഏറ്റെടുക്കാനുള്ള ചെലവാണിത്. ദക്ഷിണ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷബിൻ ആസഫ് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് വിവരമുള്ളത്. പദ്ധതി മരവിപ്പിച്ചത് നീക്കിയതായും റെയിൽവേ വ്യക്തമാക്കി. ശബരി റെയിൽവേ ആക്ഷൻ കൌൺസിലുകളുടെ സംസ്ഥാന ഫെഡറേഷൻ സെക്രട്ടറി ജിജോ പനച്ചിനാനിയാണ് ഹർജി ഫയൽ ചെയ്തത്. കേന്ദ്ര സർക്കാർ വിശദീകരണത്തെ തുടർന്ന് ഡിവിഷൻ ബെഞ്ച് ഹർജി തീർപ്പാക്കി. പദ്ധതി കോൾഡ് സ്റ്റോറേജിൽ വെക്കരുതെന്നും വാക്കാൽ പരാമർശിച്ചു. പദ്ധതിയുടെ വിശദമായ മാപ്പും അംഗീകൃത അലൈൻമെന്റും സംസ്ഥാന സർക്കാരിന് നൽകാൻ റെയിൽവേ ബോർഡിന് നിർദ്ദേശം നൽകിയതായും സത്യവാങ്മൂലത്തിൽ പറയുന്നു. കിഫ്ബി സാമ്പത്തിക സഹായത്തോടെ പദ്ധതി ചെലവ് വഹിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. വിവിധ വകുപ്പുകളുമായി ചേർന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. അതേസമയം ഇരു സർക്കാരുകളും കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ ഉറപ്പുകൾ നൽകിയത്. കേന്ദ്ര സർക്കാരുമായി യോജിച്ച് പദ്ധതിക്കായുള്ള എല്ലാ നടപടികളും സജീവമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ പലപ്പോഴായി കുരുങ്ങി നിലച്ചുപോയ പദ്ധതിയാണ് ശബരി പാത. ഈ വിഷയത്തിലാണ് പുതിയ ഉറപ്പുകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പദ്ധതി ഇനി ഒരു കോൾഡ് സ്റ്റോറേജിലേക്ക് പോകരുതെന്നാണ് സർക്കാരുകളുടെ വിശദീകരണത്തിന് മറുപടിയായി ഹൈക്കോടതി വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉള്ള ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യം കർശനമായി നിർദ്ദേശിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ ഉറപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ശബരി പാതയുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു. വർഷങ്ങളായി പണി പൂർത്തിയാക്കിയ റെയിൽ ട്രാക്ക് അടക്കം സ്ഥാപിച്ചിട്ടുള്ള കാലടി റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഇതുവരെ ഒരു ട്രെയിൻ പോലും ഓടിയിട്ടില്ല. സ്റ്റേഷൻ കെട്ടിടങ്ങളടക്കം കാടുപിടിച്ച് നശിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അങ്കമാലിയിൽ നിന്ന് എരുമേലി വരെ നീളുന്ന 111 കിലോമീറ്റർ പാതയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിൽ അങ്കമാലി മുതൽ കാലടി വരെയുള്ള ഭാഗത്തെ ജോലികളാണ് നേരത്തെ പൂർത്തിയാക്കിയത്. ബാക്കിയുള്ള നിർമ്മാണ ജോലികൾ ഫണ്ടിന്റെ അപര്യാപ്തതയും സ്ഥലമെടുപ്പിലെ പ്രതിസന്ധികളും കാരണം വർഷങ്ങളായി നിലച്ച മട്ടിലായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പദ്ധതി ഇനിയും വൈകരുതെന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചത്. സർക്കാരുകളുടെ പുതിയ ഉറപ്പോടെ കാലടി സ്റ്റേഷൻ ഉൾപ്പെടെയുള്ളവയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നതാണ് ശബരി റെയിൽ പദ്ധതി. യാത്രാക്ലേശം കുറയ്ക്കുന്നതിനൊപ്പം മധ്യ കേരളത്തിന്റെ വികസനത്തിനും പാത വഴി തുറക്കും. പദ്ധതിയുടെ ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യമായി വഹിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇരു സർക്കാരുകളും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. പുതിയ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം തടസ്സങ്ങൾ നീങ്ങുമെന്നാണ് വിലയിരുത്തൽ. സ്ഥലമെടുപ്പ് നടപടികൾ വേഗത്തിലാക്കാൻ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുമെന്നും സൂചനയുണ്ട്. ഭൂമി വിട്ടു നൽകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനൊപ്പം നടപടിക്രമങ്ങൾ സുതാര്യമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. റെയിൽവേ ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള അനുമതികളും സാങ്കേതിക പരിശോധനകളും സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കോടതിയുടെ ഇടപെടലോടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.